GNM പഠിക്കാനായി ബാംഗ്ലൂർ തന്നെ ബ്യൂട്ടിഫുള്ളും വളരെ സെക്യൂർഡും ആയ നഴ്സിംഗ് കോളേജാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതെ, SLES കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ. എന്തുകൊണ്ട് നിങ്ങൾ SLES കോളേജ് ഓഫ് നഴ്സിംഗിൽ പഠിക്കണം? ഒരു നഴ്സിംഗ് കോളേജിന് ആവശ്യമായ എല്ലാവിധ ലേറ്റസ്റ്റ് അപ്രൂവൽസും നമ്മുടെ ഈ കോളേജിനുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം, കർണാടക നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻസും നമ്മുടെ ഈ കോളേജിനുണ്ട്. കുട്ടികൾക്കുള്ള ക്ലിനിക്കലും പ്രാക്ടിക്കൽസും നമ്മുടെ തൊട്ടടുത്ത ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ കോളേജായ ശ്രീ സത്യസായി മെഡിക്കൽ കോളേജിലും ഇവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ക്ലിനിക്കൽ ട്രെയിനിങ്ങും നമ്മൾ കോളേജിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നഴ്സിംഗ് ഫീൽഡിലേക്കോ മെഡിക്കൽ ഫീൽഡിലേക്കോ കടന്നു വരാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് GNM ജനറൽ നഴ്സിംഗ്. ഇതിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, +2 ഏത് സ്ട്രീമിലെ കുട്ടികൾക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതൊരു കുട്ടികൾക്ക് വേണമെങ്കിലും GNM എന്ന കോഴ്സ് കർണാടകയിൽ നമുക്ക് നഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ പറ്റും. കോളേജിനെ പറ്റി കൂടുതൽ വിശേഷം അറിയാൻ തന്നെ നമ്മുടെ ഇവിടുത്തെ GNM സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് അവരിലേക്ക് പരിചയപ്പെടാം. എന്താണ് മോളുടെ പേര്? നാഷിബ. ഏത് ഇയറിലാ? ഞാൻ സെക്കൻഡ് ഇയർ ആണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങൾ, കോളേജ് ലൈഫ് ഒക്കെ? നല്ല കോളേജാണ്. നമുക്ക് INC KNC എല്ലാം അപ്രൂവൽ ആണ്. ഓക്കെ. പിന്നെ എക്സാംസ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ട്. പ്രാക്ടിക്കൽസ് ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? പ്രാക്ടിക്കൽസ് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ലാബ് ഉണ്ട്. ഓരോ ഡമ്മീസ് ഒക്കെ വെച്ച് നമുക്ക് എല്ലാ ട്രെയിനിങ്ങും നടക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? അക്കാഡമിക്സ് ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ? ഡൗട്ടൊക്കെ നമുക്ക് പേഴ്സണൽ ആയിട്ട് പോയി ചോദിച്ചാലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാവരും പാടെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷനും അങ്ങനെ എല്ലാ സംഭവങ്ങളും. എങ്ങനെയുണ്ട് കോളേജിലെ ലൈഫ് കാര്യങ്ങൾ, ആംബിയൻസും കാര്യങ്ങളൊക്കെ? നല്ല കോളേജാണ്. പിന്നെ ക്യാമ്പസ് അത്യാവശ്യം ഉണ്ട്. എങ്ങനെയുണ്ട് മോളെ നമ്മുടെ ഇവിടുത്തെ ഹോസ്റ്റൽ ലൈഫും കാര്യങ്ങളൊക്കെ? ഹോസ്റ്റൽ ലൈഫ് ഒക്കെ നല്ല അടിപൊളിയാണ്. നല്ല എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു റൂമിൽ എത്ര പേരാണ്? ഒരു റൂമിൽ ഞങ്ങൾ 4 പേരാണ്. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഹോസ്റ്റലില്? സീനിയേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. റാഗിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഒക്കെ വളരെ ഹാപ്പിയാണ്. നല്ല ഹാപ്പി. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു ഫീലൊന്നും കിട്ടുന്നില്ല. നല്ല രീതിയിൽ ലൈഫ് ഉണ്ട്. നല്ല ലൈഫാണ്. ഓക്കെ. എങ്ങനെയുണ്ട് മോളെ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ? കറക്റ്റ് ആയിട്ട് ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ലഭിക്കുന്ന ഒരു കോളേജാണിത്. ഓക്കെ. കാരണം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് അവിടെ പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ ശ്രീ സത്യസായി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ഓക്കെ. നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന കുട്ടികൾക്കും പേരൻസിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, പഠിക്കുന്ന കോളേജ് സിംഗിൾ രജിസ്ട്രേഷൻ ആണോ സിംഗിൾ ക്യാമ്പസ് ആണോ എന്നുള്ളത്. നമുക്ക് അവിടുത്തെ കുട്ടികളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എങ്ങനെയുണ്ട് മോളെ ഇവിടുത്തെ അഫിലിയേഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ? നമ്മുടെ കോളേജിന് INC KNC ഒക്കെ അപ്രൂവ്ഡ് ആണ്. ഇത് സിംഗിൾ രജിസ്ട്രേഷൻ കോളേജാണ്. ഞാൻ ഇതിന് മുന്നേ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജിൽ തന്നെ 2-3-4 സബ് കോളേജസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് പോകും. അതൊക്കെ ചിലപ്പോൾ INC KNC കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ കോളേജ് വന്ന് നോക്കിയപ്പോ ഇത് നല്ല ഒരു കോളേജാണ്. പിന്നെ സിംഗിൾ രജിസ്ട്രേഷൻ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് INC KNC അപ്രൂവ്ഡ് ആണ്. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റിനൊന്നും നമുക്ക് ഒരു ടെൻഷനും വേണ്ട. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ക്ലാസ്സില്? ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ 60 പിള്ളേരാണ്. അതാണ് സ്ട്രെങ്ത്. ജനറൽ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന മോസ്റ്റ്ലി കുട്ടികൾ ഇവിടെ സാധാരണക്കാരായ കുട്ടികളാണ്. കൂടുതലും ഇവരെ എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് കൂടുതലും കുട്ടികൾ ഇവിടെ വരുന്നത് തന്നെ. ഇവിടെ അഫിലിയേഷൻസ് നമുക്ക് കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ലോൺ ഫെസിലിറ്റി ഇവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ പഠിക്കാനും ഇവർക്ക് യാതൊരു പ്രോബ്ലം വരുന്നില്ല. ജനറൽ നഴ്സിംഗിന്റെ ഈ വർഷത്തെ അഡ്മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഫീസ് സ്ട്രക്ചർ ആയിക്കോട്ടെ, അപ്പൊ എലിജിബിലിറ്റി ആയിക്കോട്ടെ, മറ്റുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം.